റബി, ലാസ്റ്റ് 50-യുടെ അന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ലാസ്റ്റ് 50 ഡേയ്സിൽ മെയിൻ ആയിട്ട് നമ്മള് ഒരു ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് റാൻഡായിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് എടുക്കുക, എന്നിട്ട് അത് ചെയ്തു കൊടുക്കാം. ഓരോ ടോപ്പിക് വൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര സമയം കിട്ടൂല. മൊത്തത്തിൽ കുറെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഫുൾ ടോപ്പിക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യല്ലേ? ഫുൾ ടോപ്പിക് എടുത്ത് ചെയ്യാം, എന്നിട്ട് അതിന്ന് എടുത്ത് ചെയ്യാം. പിന്നെ സ്വാഭാവികമായിട്ടും മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളവർ ഉണ്ടാവും. അതായത് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്യണം, അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഈ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ? അതാണ് പറഞ്ഞത്, മുന്നേ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമാണ്. പിന്നെ NCERT വായിച്ചിട്ട് NCERTയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യേണ്ട സമയമാണ്. ഞാൻ മെയിനായിട്ട് ആ സമയത്ത് NCERT ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും എല്ലാ NCERTയും നോക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി ചെയ്തിട്ടുണ്ട്. കാരണം NCERTന്ന് ഒരു ക്വസ്റ്റ്യൻ വന്ന് അത് മിസ്സായി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു നമുക്ക് തന്നെ ഒരു വല്ലാത്ത ഇതായിരിക്കും.